ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ ഫ്രൈ ആട്ടോ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ വാങ്ങിച്ചപ്പോൾ കട്ട് ചെയ്തിട്ടാട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ പലതും പല സൈസിലാണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല എല്ലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചില്ലിക്കാണെന്ന് പറഞ്ഞൊന്ന് വാങ്ങിച്ചു നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അലുവ പോലത്തെ കഷ്ണം കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓരോ ബീഫിനും അതുപോലെ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ട് കൂടുതൽ നേരമായിട്ടില്ല. അപ്പോൾ കൂടുതൽ നേരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ വേവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി ഇവിടെ 3 വലിയ ഉള്ളിയും 6 പച്ചമുളക്, 3 ചെറിയ പീസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുക്കർ ഇവിടെ 6 വിസിലടിച്ചപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവ് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി വിസിലടിപ്പിച്ചെടുക്കാം. ഞാൻ ഈ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി വഴറ്റാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും അതുപോലെ ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിവിടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിക്കിട്ടിട്ട് കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് ഇറച്ചിയുടെ വേവൊക്കെ ഒന്ന് നോക്കാം. ബീഫ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം വേവും ചെയ്തിട്ടുണ്ട്. ബീഫൊക്കെ വേക്കുമ്പോൾ ഒരുപാട് വെന്ത് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. ബീഫിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ബീഫ് വെന്ത് വന്നപ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഇതുപോലെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വഴറ്റാൻ വെച്ച ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിവിടെ അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടെ. നമ്മളിതിൽ കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിതിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് അതിന് ആ കറുപ്പ് കളർ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിട്ട പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളത്. ആ നല്ല കറുപ്പ് കളറായിട്ട് കിട്ടണം കേട്ടോ. അതിനാണ് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഓയിൽ ഒഴിച്ചപ്പോൾ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ മറന്നു പോയതാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഈ ടൈമിൽ നിങ്ങളെ കയ്യിൽ ഇനി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ പൊടി തീർന്നതുകൊണ്ടാണ് പച്ചക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഈ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.